കുമാർ. വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഇന്നിപ്പോൾ പലയിടങ്ങളിലും പ്രതിഷേധമുണ്ട്. വളരെ പൊടുന്നനെയായിരുന്നു ഈ 50 പേർക്കുള്ള ടെസ്റ്റ് എന്ന് പറയുന്ന തീരുമാനം നടപ്പിലാക്കാൻ ശ്രമിച്ചത്. സ്ലോട്ട് കിട്ടിയവർക്ക് ഇന്ന് ടെസ്റ്റ് പൂർത്തിയാക്കാൻ അവസരം നൽകുമോ മിനിസ്റ്റർ? സ്ലോട്ട് കിട്ടിയ എല്ലാവർക്കും രാത്രിയായാലും അനുവദിക്കും. പക്ഷെ ആരുടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഒരു അപകടം നിങ്ങൾ തിരിച്ചറിയണം. ഒരു ദിവസം ഒരു ഉദ്യോഗസ്ഥന് 60 ലൈസൻസ് കൊടുക്കുക. പണ്ട് ഒരു ഓഫീസിൽ 40 ലൈസൻസ് ആയിരുന്നു. അതിനുശേഷം രജിസ്ട്രാറിംഗ് സിംഗിനെ പോലെയൊക്കെയുള്ള ആളുകൾ ട്രാൻസ്പോർട്ട് കമ്മീഷനായി വളരെ സത്യസന്ധന്മാരെ പല ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ അവരിത് 40 കുറച്ചു അന്ന്. അത് കഴിഞ്ഞ് ആരോ ഒരാൾ ഇത് 60 കൊടുത്തിരിക്കുന്നത്. അതാരാണെന്ന് എനിക്കറിയില്ല. കൊടുത്തിരിക്കുന്നു 60 ഒരു കണക്ക് അങ്ങെന്ന് കേൾക്കണം. കാരണം രാവിലെ 8:30 മണിക്കാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ആരംഭിക്കുന്നത്. 2 മണിക്ക് മുമ്പേ തീരും. 1:30 മണിയോടുകൂടി അവസാനിക്കുമെന്നാണ് പറയുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എനിക്ക് തന്ന ഫീഡ്ബാക്ക് അനുസരിച്ച് 2 മണി മാക്സിമം. ഞാൻ കണ്ടിട്ടുള്ളതും നാട്ടിൽ അങ്ങനെയാണ്. ഉച്ചയ്ക്ക് ശേഷം ഒന്നും അങ്ങനെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. നമ്മൾ ആരും കണ്ടിട്ടില്ല. അപ്പോൾ 6 മണിക്കൂറിൽ 60 ലൈസൻസ് ആണ് കൊടുക്കുന്നവരാണ്. 6 മണിക്കൂറിന് 60 ലൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ചിന്ത അനുസരിക്കുന്ന 1 മണിക്കൂർ എന്ന് പറയുന്നത് 60 മിനിറ്റാണ്. 1 മണിക്കൂറിൽ 10 ലൈസൻസ്. 1 മണിക്കൂറിൽ 10 ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു ലൈസൻസ് കൊടുക്കാൻ എടുക്കുന്ന സമയം 6 മിനിറ്റാണ് പരിശോധന. ഇതിൽ കേന്ദ്ര നിയമത്തിൽ പറയുന്നുണ്ട്, ഇത് കേന്ദ്ര നിയമമാണ് മോട്ടോർ വെഹിക്കിൾ ആയിട്ടുള്ളത്. അതിനകത്ത് പറയുന്നു ഗ്രൗണ്ട് ടെസ്റ്റ്, പിന്നെ ചോദ്യാവലി ചോദിക്കണം, അവരെ കൊണ്ട് ഉത്തരം പറയിക്കണം, പിന്നെ ക്ലസ്റ്റർ ഡാഷ്ബോർഡിൽ കാണുന്ന എന്തൊക്കെയാണ് ഈ സിഗ്നലുകൾ എന്ന് കാണിക്കണം. അത് ഡ്രൈവിംഗ് സ്കൂളുകാർ പറയുന്നത് 25 കൊല്ലമുള്ള വണ്ടി പരിശോധിക്കാം. 25 കൊല്ലം മുമ്പ് താങ്കൾ ഇപ്പോൾ ഓടിക്കുന്ന വണ്ടിയിലുള്ള എന്തെങ്കിലും ഒരു സിഗ്നൽ, ഒരു എഞ്ചിൻ തകരാറോ എന്തെങ്കിലും ഒരു സീറ്റ് ബെൽറ്റിന്റെ സൈൻ പോലും അന്നത്തെ കാലത്തെ വണ്ടിയിലില്ല. അത് ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആവശ്യം ഇതാണ്. ഇത് അട്ടിമറിക്കാനാണ്. അപ്പോൾ ഈ 6 മിനിറ്റ് കൊണ്ട് പരിശോധിക്കുക. പിന്നെ അത് കഴിഞ്ഞ് റോഡിൽ ടെസ്റ്റ് ചെയ്യണം. ഇതെല്ലാം 6 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ഒരു അത്ഭുതകരമായ സംഭവം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടല്ലോ, വളരെ സന്തോഷം. നിങ്ങളെല്ലാം ഒന്ന് പഠിക്കണം അതിനെക്കുറിച്ച്. കാരണം 6 മിനിറ്റ് കൊണ്ട് കൊടുക്കുന്ന ലൈസൻസ് വണ്ടി ഓടിക്കാനാണ്. ലൈസൻസ് തീർച്ചയായിട്ടും മിനിസ്റ്റർ പറയുന്നതിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നമ്മൾ നൽകും. കാരണം നിരത്തുകളിൽ പൊലിയുന്ന മനുഷ്യജീവനുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മിനിസ്റ്റർ പറഞ്ഞതുപോലെ 6 മിനിറ്റ് എടുത്ത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഇങ്ങനെ ചടങ്ങ് പോലെ പൂർത്തിയാക്കി വരുന്ന രീതി അവസാനിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു ചെറിയ അസൗകര്യം ഇന്നിപ്പോൾ ടെസ്റ്റ് പാസ്സാവാൻ വന്നിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ പറയുന്നത്, കാൻഡിഡേറ്റ്സ് പറയുന്നത്, അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ അവർക്ക് അറിയില്ലായിരുന്നു. ഇന്ന് 6 മണിയായാലും എല്ലാവരും ടെസ്റ്റ് 6 മണി വായിച്ചിട്ട് നീട്ടും. ഇതിപ്പം ഈ ഉദ്യോഗസ്ഥന്മാരുടെ ചില ആൾക്കാരെ പങ്കുണ്ടെന്ന് പറയാം. പക്ഷേ ആ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് ഈ 6 മിനിറ്റ് കൊണ്ട് കൊടുക്കത്തില്ല. പക്ഷെ വിശദമായി പരിശോധിച്ച് വന്നവർക്ക് മുഴുവൻ ടെസ്റ്റ് നടത്തും. മുഴുവൻ പേരും സ്പോട്ട് കൊടുത്ത് നിർദ്ദേശം പിൻവലിച്ചോ? അങ്ങനെ നിർദ്ദേശമില്ല അരുൺ. കാരണം എന്താ, ഒരു യോഗത്തിൽ ഇതിനകത്തൊരു ഔദ്യോഗികമായ രഹസ്യം ചോർത്തി കൊടുക്കൽ നിയമപ്രകാരം ഇതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരുടെ നടപടി ഉണ്ടാകും. കാരണം ഒരു നിങ്ങളുടെ ചാനലിനായിട്ട് ഒരു കോൺഫറൻസ് നടക്കുകയാണ്. ആ കോൺഫറൻസിൽ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യില്ലേ? ഡിസ്കസ് ചെയ്യൂ. ചർച്ചയിൽ ഇങ്ങനെ ആശയം വന്നു. അപ്പൊ അതിന്റെ പരിമിതികൾ പറഞ്ഞു. അപ്പൊ നമുക്കൊന്നും വേണ്ടി അപ്പൊ ഇതിൽ വാർത്തയിൽ തന്നെ ഇന്നലെ രാത്രി തന്നെ മനോരമ ന്യൂസിന് വാർത്ത ചോർത്തി കൊടുത്തു ഉദ്യോഗസ്ഥന്മാര്. അതിൽ പറയുന്നുണ്ട് മന്ത്രി ഇതിന് മറുപടി പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? മന്ത്രി പറഞ്ഞു എന്ന് തന്നെ പറയുന്നത്. അവർ പറഞ്ഞപ്പോൾ മന്ത്രി ഒന്നും മറുപടി പറഞ്ഞില്ല എന്നാണ് അവര്. അങ്ങനെയൊക്കെ അവർ അത്ര വ്യക്തമായി വെളിയിൽ ചോർത്തി കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ വളരെ വ്യക്തമായി തന്നെ പറയുന്നു. അങ്ങനെ ഒരു നിർദ്ദേശം നടപ്പിലാക്കാനായിട്ടും മിനിസ്റ്റർ നിർദ്ദേശം നൽകിയിട്ടില്ല, ഒരു ഓർഡറും ഇട്ടിട്ടില്ല. എത്ര പേരാണോ ടെസ്റ്റ് വരുന്നത് അവരെ സമയമെടുത്ത് തന്നെ ടെസ്റ്റ് പൂർത്തിയാക്കി ഉത്തരവില്ല. അപ്പോൾ ഇത് ഉദ്യോഗസ്ഥരെ തട്ടിമറിക്കാൻ നടത്തിയ ശ്രമമാണ്. ഒപ്പം ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സ്കൂളുകൾക്കും ഇതിൽ പങ്കുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അവർക്ക് പങ്കുണ്ട്. അവർക്ക് ഇതെങ്ങനെ അട്ടിമറിക്കണം. അവർക്ക് തട്ടിക്കൂട്ടി ഇത് കൊടുത്തതിന് ശേഷം ആദ്യം ഡ്രൈവിംഗ് ലൈസൻസിന് പണം വാങ്ങും ജനങ്ങളിൽ നിന്ന്. അത് കഴിഞ്ഞ് കൈ തെളിയാൻ 1 കിലോമീറ്ററിന് 500 മുതൽ 1000 രൂപ, 1 മണിക്കൂറിന് 500 മുതൽ 1000 രൂപ വരെ കൈ തെളിയാൻ എന്ന് പറഞ്ഞ് ഒരു പണം പറ്റുന്നത്. അപ്പൊ ഇത് 10-15,000 രൂപ നമുക്കൊരു ലൈസൻസ് വരുമ്പോൾ സത്യത്തിൽ ചെലവാകുന്നുണ്ട്. 10-15,000 ചെലവാകുന്നുണ്ട്. അത് ആളുകൾ ശ്രദ്ധിക്കുന്നില്ല. അത് വ്യക്തമായി. അപ്പോൾ മിനിസ്റ്റർ ഈ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നവരോട് ഇനി പ്രതിഷേധം നിങ്ങൾ നടത്തേണ്ട ആവശ്യമില്ല. ഇന്നിപ്പോൾ വൈകുന്നേരം 6 മണിയായാണെങ്കിലും സ്ലോട്ട് കിട്ടിയവരെ മുഴുവൻ പരീക്ഷ ടെസ്റ്റിന് വിധേയമാക്കും. പരിശോധിക്കും. ഒരു സംശയം വേണ്ട. 6 മിനിറ്റ് ടെസ്റ്റിന് അനുവാദം കൊടുത്താൽ ഞാൻ രാജ്യദ്രോഹിയാവും.
കറക്റ്റ് അല്ലല്ല അതിനോട് മിനിസ്റ്ററോടൊപ്പം തന്നെയാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. 6 മിനിറ്റ് കൊണ്ട് ഒരാളും ഈ പേപ്പർ വർക്കുകൾ പൂർത്തിയാക്കുന്നത് പോലെ പുറത്തു വരാൻ പാടില്ല. അത് മിനിസ്റ്ററോടൊപ്പം തന്നെ നിൽക്കുന്നു. പക്ഷേ മിനിസ്റ്റർ നൽകിയ ഉറപ്പ് ഇന്നിപ്പോൾ സ്ലോട്ട് കിട്ടിയ മുഴുവൻ ആളുകളെയും ഇന്ന് ടെസ്റ്റിന് വിധേയമാക്കിയിരിക്കും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു ടെൻഷനും ആവശ്യമില്ല. പക്ഷേ 6 മിനിറ്റ് എടുത്തുകൊണ്ട് വളരെ പെട്ടെന്നൊരു ചടങ്ങ് പോലെ തീർക്കുന്ന ഒരു പരിപാടി അവസാനിപ്പിക്കുന്നുവെന്ന് മിനിസ്റ്റർ പറഞ്ഞതിനെയും നമ്മൾ പിന്തുണയ്ക്കുന്നു. അപ്പോൾ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാവും, ഇത് വിവിധ ഇടങ്ങളിൽ നിന്ന് ഈ ടെസ്റ്റിൽ പാസ്സാവാൻ വേണ്ടി വന്നിരിക്കുന്ന കാൻഡിഡേറ്റും ശ്രദ്ധിക്കുന്നുണ്ടാവും. നിങ്ങൾ പരിഭ്രാന്തി വേണ്ട. എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും മിനിസ്റ്റർ ഉറപ്പ് നൽകിയിരിക്കുന്നു, മിനിസ്റ്റർ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എല്ലാവരെയും ഇന്ന് സ്ലോട്ട് അനുവദിച്ചിരിക്കുന്ന മുഴുവൻ ആളുകളെയും ഇന്ന് തന്നെ ടെസ്റ്റ് നടത്തിയിരിക്കണം. അതിൽ 50 എന്നുള്ളൊരു ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥർ ചോർത്തിക്കൊടുത്തതാണ്. ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി സ്കൂളും ചില ഉദ്യോഗസ്ഥരും ഒത്തുനിൽക്കുന്നുവെന്ന ഗുരുതരമായ ആരോപണം കൂടി മിനിസ്റ്റർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. താങ്ക് യു.